ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ UDF വലിയ രീതിയിൽ ഉപയോഗിച്ച ഒരു അയ്യപ്പ കേരളത്തിന്റെ പാരടിയുണ്ട്. അതിനെതിരെ ഇപ്പോൾ കേസൊക്കെ വന്നിട്ടുണ്ട്. വിശ്വാസികളെ വികാരമരണപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകുന്നത്. ഞാൻ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രചാരവേലകൾക്ക് കേരളത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഈ ശബരിമല പ്രശ്നം എന്താ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്ത തെറ്റ്? ശബരിമല ഇന്ന് ലോകപ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ്. ഇന്ത്യക്കാർ മാത്രമല്ല, വിദേശികൾ വരികയല്ലേ ശബരിമലക്ക്. ആ ശബരിമലയുടെ പ്രാധാന്യം കാത്തു സൂക്ഷിച്ച് വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനും തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ ആകെ അഭിവൃദ്ധി ശക്തിപ്പെടുത്താനും കഴിയത്തക്ക നിലയിൽ ഒരു അയ്യപ്പ സംഗമം ഇടതുപക്ഷ ഗവൺമെൻറ് സംഘടിപ്പിച്ചു. എല്ലാ പാർട്ടിക്കാരെയും പാർട്ടി ഇല്ലാത്തവരെയും വിശ്വാസികളെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും ദേവസ്വം ബോർഡും എല്ലാം സഹകരിച്ചുകൊണ്ടാണ് അവിടെ ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. ആ അയ്യപ്പ സംഗമം ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറിയേക്കുമെന്ന് കണ്ട് അതിനെ അലങ്കോലപ്പെടുത്താൻ അവസാന നിമിഷം UDFകാർ ബഹിഷ്കരിച്ചു പോയി. പക്ഷേ അയ്യപ്പ സംഗമം ശബരിമലയിൽ നടന്നു. അപ്പോഴാണ് അതിനെ കളങ്കപ്പെടുത്താൻ ഒരു പോറ്റിയെയും കൊണ്ടുവന്നത്. പോറ്റി പറഞ്ഞു ഇതെല്ലാം ഞാൻ സ്പോൺസർ ചെയ്തതാണ്. അത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പോലീസ് എവിടെ നിന്നായി പോറ്റി ഇത് സ്പോൺസർ ചെയ്തത് എന്താണെന്ന് അന്വേഷിച്ചു. രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോഴാൾ കുറേ കാര്യം മനസ്സിലാക്കി അത് കോടതിയുടെ മുമ്പാകെ എത്തിച്ചു. കോടതി പറഞ്ഞ് ശക്തമായ അന്വേഷണം നടത്തണം, ഇന്ന് നടപടികൾ സ്വീകരിക്കണം. ഈ ഗവൺമെൻറ് സ്വീകരിച്ചില്ലേ? ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഒരു തെറ്റായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാളെ സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ഇടതുപക്ഷ ഗവൺമെൻറ് ആയതുകൊണ്ടല്ലേ ഇത്രയും ശക്തമായ നിലപാട് സ്വീകരിച്ചത്? നീതിപൂർവമായിട്ടുള്ള സത്യസന്ധമായ നിലപാട് സ്വീകരിക്കൂ. ആ നിലപാട് ഇതിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരമൊരു നിലപാട് സ്വീകരിച്ച ഗവൺമെൻറ്റിനെയും ഇടതുപക്ഷ മുന്നണിയെയും എല്ലാ വിശ്വാസികളും എല്ലാ മനുഷ്യരും എല്ലാ വോട്ടർമാരും കൂടുതൽ പിന്തുണ നൽകുകയാണ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഇപ്പോൾ ഉണ്ടായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രചാരണത്തിനിടയ്ക്ക് ഒരു പാരഡി പാട്ട് ഇറങ്ങിയിരുന്നു. ഞാൻ ആ പാട്ട് കേട്ടിട്ടില്ല. ഇനിയൊരു കാര്യം ചെയ്യാം, DGPക്ക് കൊടുത്തല്ലോ. DGP അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കട്ടെ. എന്താ ഇത് പാടിയത് എന്ന് എനക്കറിഞ്ഞൂടല്ലോ. ഇനി ആരെങ്കിലും തെറി പറയുന്നതാണോന്ന് എനക്കറിഞ്ഞൂടാ. അത് ആക്ഷേപമാണോ തെറി പറയുന്നതാണോ അശ്ലീലാണോ എന്നൊന്നും എനക്കറിഞ്ഞൂടാ. അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് കേൾക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല.